ഹായ്, നമുക്ക് ഹത്ത വരെ ഒന്ന് പോയാലോ? നമ്മളങ്ങനെ ഹത്തയ്ക്ക് പോവുകയാണ്. ഹത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എപ്പോഴും. കാരണം ഹത്ത നേച്ചറിനോട് റിലേറ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹത്തയിൽ പോകാനായിട്ട്. അപ്പം നമ്മൾ ഹത്തയിൽ പോയിട്ട് ടെൻ്റ് അടിച്ചിട്ട് അവിടെയാണ് നിന്നിരുന്നത്. നമ്മളൊരു ഡാമിൻ്റെ അടുത്തായിട്ടാണ് ടെൻ്റ് അടിച്ചത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. എന്ന് പറഞ്ഞാൽ മോർണിംഗ് വ്യൂ ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മൾ ആ ടെൻറ്റിൽ കിടന്നിട്ട് രാവിലെ എണ്ണീറ്റിട്ട് ഈ വ്യൂ കാണുമ്പോഴുണ്ടല്ലോ, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ പോയത് ഹത്ത ഡാമിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ബോട്ടിങ് നമ്മൾ ചെയ്യണം. ബോട്ടിങ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല, ബോട്ടിങ് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. ബോട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പം ബോട്ടിങ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിങ്. ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആ ഒരു ലേക്കിൽ ബോട്ടിങ് ചെയ്യുമ്പോഴുള്ള ഓരോരോ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. മോളൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ഫിഷിനെയൊക്കെ കണ്ടു. പല കളേഴ്സിലുള്ള ഫിഷ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ബട്ട് ഫിഷസ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്നത്തെ കുറേ ഫോട്ടോസാണ്. ഇത് ഹസ്ബൻഡും മോളുമാണ്. നമ്മളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നമ്മൾ നിന്ന ടെൻറ്റിൻ്റെ ഫോട്ടോയാണ്. പിന്നെ ഇത് മോർണിംഗ് വ്യൂ. ഇത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങളുടെ കുറച്ച് അല്ലറ ചില്ലറ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് പോയി. മോളായിരുന്നു എക്സൈറ്റഡ്. മോൾക്ക് ബോട്ടിലൊക്കെ പോകുന്നതിൽ മോൾ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹത്ത ഡാമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഹത്ത ട്രിപ്പിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോന്നു.